ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ഡേ മൈ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്നൊന്ന് പുറത്ത് പോകണം കേട്ടോ. അപ്പോൾ കൊല്ലത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പുറത്ത് പോകാറുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നുണ്ട്. ഇന്നാണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ പുറത്ത്. അപ്പോൾ പോകണോ വേണ്ടെന്നുള്ള ഒരു ഇതിലാണ് പിന്നെ നമ്മൾ ഫിക്സ് ചെയ്തു കേട്ടോ പോകാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ക്ലീനിങ്ങും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയണം. ഇന്ന് കുറച്ച് ചില്ലറ പരിപാടിയുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു 8 മണിയാകുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ നിൽക്കുന്നത്. ഇന്ന് പിന്നെ ചെറിക്ക് കടയിൽ പോകാനില്ലാത്തതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊന്നും ആവണ്ട. അതുകൊണ്ട് തന്നെ തലേന്ന് ഞാൻ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. പിന്നെ ഈ ചെരങ്ങൊക്കെ നമുക്ക് തലേന്ന് രാത്രിക്ക് എടുക്കുന്നതിന് മുന്നായിട്ട് കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിപ്പം ഇന്നലെ കട്ട് ചെയ്യാനൊന്നും നേരം കിട്ടിയില്ല. അതാണ് പിന്നെ ഈ ഒരു നേരം വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചെരങ്ങൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. അപ്പോൾ ചെരങ്ങാ താളിപ്പും പിന്നെ കേബേജിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. മീൻ വണ്ടി വന്നാൽ മീനും വാങ്ങാമെന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ചെരങ്ങൻ്റെ തൊലിയും അതുപോലെ കേബേജിൻ്റെ പുറത്തുള്ള ഒരു തൊലിയൊക്കെ നമ്മൾ കളഞ്ഞെടുക്കും കേട്ടോ. അതെല്ലാം കൂടി നമ്മൾ വേസ്റ്റിൻ്റെ ആ ഒരു ബോക്സിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെരങ്ങ നന്നായിട്ട് കേക്ക് എടുത്തിട്ട് അതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കട്ടോ. അപ്പോൾ കേബേജിൻ്റെ ഉപ്പേരി ചെറിയൊരു കേബേജിൻ്റെ കഷ്ണമേ ഉള്ളൂ. അപ്പോൾ അത് തെയ്യമുള്ളതെന്നൊന്നും അറിയില്ല, എന്നാലും ഉള്ളതിനോട് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ തലേന്ന് ഞാൻ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പുട്ടുകടല ഉണ്ടല്ലോ, അതൊരു ഉപ്പേരി പോലെ തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഉപ്പേരിക്ക് 2 കൂടി കേബേജും ഉണ്ടാവും കടലയും ഉണ്ടാവും. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല കേട്ടോ. പിന്നെ എന്താ നമ്മൾ പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കൽ. തേങ്ങ അരച്ചെടുക്കൽ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് കേട്ടോ. ഇപ്പോൾ ആണെങ്കിലേ കറണ്ട് പോയിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് പോയതാണ് കേട്ടോ. ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ കറി ഒരു ഭാഗത്തും ചോറ് ഒരു ഭാഗത്തുമായിട്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുള്ളൂ കേട്ടോ. അരിയൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതാ ഞാൻ കേബേജിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേബേജും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. രാവിലെ കുറച്ചൊരു തക്ക ഉണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പേരിക്കുള്ള അരിഞ്ഞ് അവിടെ വെക്കുന്നുണ്ട്. ഇനി കറിയുള്ളത് കറിക്ക് നമ്മൾ കുക്കിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വിസിലൊക്കെ അടിച്ച് ഒരു 2-3 വിസിലടിച്ചാൽ ചിരങ്ങ അങ്ങോട്ട് റെഡി ആവും കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 2 വിസിലൊക്കെ ആയാൽ ചിരങ്ങ റെഡി ആയിക്കോളും. പിന്നെന്താ കേബേജിലേക്കുള്ള പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരുമിച്ച് അങ്ങോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് നല്ലപോലെ കൈവച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പേരി അങ്ങോട്ട് വേഗം റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം തന്നെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് പിന്നെ കടുകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം കൂടി എന്താ പറയുക വേറെ വേറെ ഇടണേലും നല്ല ഒരുമിച്ചായിട്ട് ഇട്ടാൽ പെട്ടെന്ന് തന്നെ ഉപ്പേരി റെഡിയാവും കേട്ടോ. അങ്ങനെ ഇതാ കേബേജിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് വെളിച്ചെണ്ണയും കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം നേരെ അതാ ഞാൻ ഉപ്പേരിയിലേക്കുള്ള കേബേജും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അങ്ങോട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ഉപ്പേരി റെഡിയാവേ. ഇതിൻ്റെ ഇടയിൽ ഇനി നെയ്നൂനൊന്ന് ഒരുക്കിയെടുക്കണം. നെയ്നു ആണെങ്കിൽ രാവിലെ നല്ല തണുപ്പും ഇതൊക്കെ ആയതുകൊണ്ട് വീണ്ടും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ ഒന്നും കൂടി ഉണർത്തിയെടുക്കണം. എന്നിട്ട് രാവിലത്തെ ചായയും കൊടുത്തിട്ട് അവളെ അങ്കലാടി പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ അവൾ പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ പണികളൊക്കെ തീർക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ കേബേജ് ഒന്ന് ജസ്റ്റ് നല്ലപോലെ ഇളക്കി കൊടുത്തപ്പോഴേക്കും നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കറിയും കൂടി ഒന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ ഞാൻ കടുകും കറിവേപ്പിലയൊക്കെ വെളിച്ചെണ്ണയിൽ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടാണ് കേട്ടോ വറവിട്ടെടുക്കുന്നത്. അതും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും കേട്ടോ. ഇങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഈസിയാണ് കേട്ടോ. ഈ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കുറേ സ്ഥലം മെനക്കെടായിട്ട് എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതും കൂടി അങ്ങോട്ട് ആക്കി കൊടുത്താൽ പിന്നെ ഒരു സമാധാനമാണ്. ഇനി നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള പാത്രങ്ങളൊക്കെ കണ്ട് ക്ലീൻ ചെയ്യാനെടുത്താൽ കുറേ സ്ഥലവും എന്താ പറയുക കുറേ സ്ഥലത്ത് കുറേ പാത്രങ്ങൾ എന്തോ ഒരു ബോറല്ലേ. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇന്ന് ചെറിയാണ് കേട്ടോ നെയ്നുവിനെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ കറണ്ട് വന്നിട്ടില്ല. കറണ്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ പൂണ്ട് കഴിഞ്ഞ് നേരെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ച് വെക്കുന്നുണ്ട്. പെട്ടെന്ന് കറണ്ട് വന്നാൽ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ച കടല നല്ലപോലെ കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്ത് കണ്ട് കുറച്ച് വെള്ളം ഉപ്പൊക്കെ ഒഴിച്ച് കണ്ട് അങ്ങോട്ട് കൂക്കിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കറി ഉണ്ടാക്കിയ സെയിം കുക്കർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ. സെയിം കുക്കർ തന്നെ എടുത്തൊരു ജസ്റ്റ് ഒന്ന് കേക്കിയും കണ്ട് അതിൽ തന്നെ അങ്ങോട്ട് കടല ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ പാത്രം വെറുതെ മെനക്കെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാ അരി നല്ലപോലെ ഒന്ന് കേക്ക് എടുക്കണം. അപ്പോൾ അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചൂടായ വെള്ളത്തിൽ കുറച്ച് അരിയിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ പിന്നെ അരി കേക്ക് എടുക്കുന്നുണ്ട്. കുറച്ച് ചെള്ളും കാര്യങ്ങളൊക്കെ ഉള്ള അരിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ വൃത്തിക്ക് കേക്ക് വെക്കണേ.
ഇനി ഇതാ 2 തണ്ട് കരിവേപ്പിൻ്റെ ഇല നമുക്ക് ആവശ്യമാണ് കേട്ടോ. നമുക്ക് ആ കടല ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് വറവിട്ടെടുക്കണം. ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നേരെ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്താ പറയുക, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കൗണ്ടർ ടോപ്പിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ വെട്ടം കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കറണ്ട് നേരത്തെ കാലത്ത് പോയിട്ടുണ്ട് കേട്ടോ. ഒരു വിവരം തരാതെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പ്രയാസമാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റും പിന്നെ ജനാലയും കാര്യങ്ങളൊക്കെ തുറന്നിട്ടിട്ടുള്ള ആ ഒരു ലൈറ്റും കാര്യങ്ങളും മാത്രമാണ് കേട്ടോ. അങ്ങനെ ഇതാ ചോറ് ഞാൻ അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നേരെ റൈസ് കുക്കർക്ക് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വേവുള്ളതാണ്. അതുകൊണ്ട് തന്നെ റൈസ് കുക്കറിൽ നിന്ന് ഒരു 2 മണിക്കൂറൊക്കെ എടുത്തിട്ട് സാവധാനം വെന്താൽ മതി കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാനാണല്ലോ. പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് മയക്ക് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേഗം ഒന്ന് സിറ്റൗട്ട് ഒന്ന് തുടച്ചിടട്ടെ എന്ന് വിചാരിച്ച് സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ അടിച്ചു വാരിയെടുത്തതാണ് കേട്ടോ. പിന്നെ ഈ മഴ ആയതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര പണിയായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കിംഗ് ആട് കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങിയിട്ട് സിറ്റൗട്ടും കൂടി ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അകവും കാര്യങ്ങളൊക്കെ തുടച്ചിടണം. അപ്പോൾ അകത്ത് അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കിച്ചണിൽ ലാസ്റ്റ് അടിച്ചു വാരി കണ്ട് അത് തുടക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവരെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ഡെയിലി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ എന്തായാലും മിസ് ചെയ്യാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അങ്ങനെ ഇതാ നല്ലപോലെ മഴ അങ്ങനെ എന്താ പറയുക പെയ്ത് ചോർന്ന് ആ ഒരു രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇനി കടലൊന്ന് വറവിട്ടെടുക്കണം കേട്ടോ. ഈ ഒരു ഉച്ച ടൈം ആയപ്പോഴേക്കും നല്ല പോലെ മഴ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫോണിലെ ചാർജും തീർന്നിട്ടുണ്ട്. അതാണ് കുറച്ചൊരു മങ്ങിയ വെളിച്ചം എന്താ പറയുക ലൈറ്റ് ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ. ചാർജ് കുറഞ്ഞുകൊണ്ടുള്ള പ്രശ്നമാണ് ഫോണിന്. അതാണ് ഇപ്പോൾ ലൈറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ തേങ്ങ ഞാൻ കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് തേങ്ങ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തുകൊണ്ട് കടലയിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ കടല വറവിട്ടെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ തേങ്ങൻ്റെ മിക്സ് വെക്കുന്നത്. പിന്നെ ചോറ് നല്ലപോലെ വെന്തപ്പോൾ ദാ ഊറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഒരു കോഴിമുട്ടയും കൂടി പൊടിച്ചെടുത്താൽ ഉച്ചയത്തെ ലഞ്ചിനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആവും കേട്ടോ. അങ്ങനെ ഇതാ ഒരു പാൻ വെച്ച് പാൻ നല്ലപോലെ ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ കോഴിമുട്ടേൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് വലിയ കോഴിമുട്ട തന്നെ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ കോഴിമുട്ടേൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒരാൾക്ക് കഴിക്കാനുള്ളതല്ല കേട്ടോ, 2 ആൾക്കാണ്. അതന്നെ നടുവിൽ കട്ട് ചെയ്തെടുത്താൽ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. ഒരാൾക്ക് കഴിക്കാൻ തന്നെ ഉണ്ടാവും, പകുതി ആക്കിയാൽ തന്നെ. അങ്ങനെ ഇതാ കോഴിമുട്ടൻ്റെ ഒരു ഭാഗം തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങോട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മക്കൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങോട്ട് ജ്യൂസ് അടിച്ച് വെക്കാമെന്നുള്ളത് കേട്ടോ. കറണ്ട് വരാൻ കാത്തിക്കായിരുന്നു അത് ജ്യൂസ് അടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ക്ലീനിങ്ങിന് നിന്ന് കേട്ടോ. ഈ കൗണ്ടർ ടോപ്പ് അതുപോലെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ലപോലെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതെല്ലാം തുടച്ചെടുത്തു കേട്ടോ. ഈ കുക്കറിൽ വിസിലടിച്ചെടുക്കുന്ന സമയത്തെ ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറയലുണ്ട്. പണ്ടൊക്കെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കത് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കടല വേവിക്കുകയാണെങ്കിൽ അതിലൊരു സ്പൂൺ ഇട്ട് കൊടുത്താൽ ഈ വിസിലടിക്കുന്ന സമയത്ത് മൊത്തം ചുറ്റിലും ആവില്ല എന്ന് പറയും പോലെ കേട്ടോ. അങ്ങനെ നല്ലപോലെ ആയിട്ടുണ്ടായിരുന്നേ. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഉച്ചയത്തെ ലഞ്ചും കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് തന്നെ സ്കൂളും അംഗനവാടിയൊക്കെ നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് നേരെ പോകുന്ന ബീച്ചിലേക്കാണ് കേട്ടോ. ഇത് കാണുന്ന പലരും വിചാരിക്കും ഞങ്ങൾക്ക് വട്ടാണ് എന്നുള്ളത് കേട്ടോ. നമ്മളെപ്പോഴെങ്കിലേക്കുള്ളൂ കേട്ടോ പുറത്തേക്ക് ഇറങ്ങാറുള്ളത്. അതന്നെ ഇപ്പം നല്ല മഴയാണെങ്കിലും വെറുതെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം തന്നെ അവിടെ എത്തി കുറച്ചൊരു ചായയും കാടമുട്ട ഫ്രൈയും ഒക്കെ കഴിച്ചപ്പോഴേക്കും നല്ലപോലെ കാറ്റും മഴ അടിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മഴക്കൊരു ശമമുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരെ കടലൊക്കെ വാങ്ങി ജസ്റ്റ് കടലൊക്കെ ഒന്ന് നോക്കി നിന്ന് കേട്ടോ. നല്ലപോലെ പുറത്ത് മഴയുള്ള ദിവസം ആരെങ്കിലും ബീച്ചിൽ പോകുമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ നമുക്ക് വട്ടാണോ എന്നുള്ളത് ഞാൻ നേരത്തെ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബ്രോസ്റ്റൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള പുതിയൊരു ഡേറ്റ് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.